പറയാൻ പോകുന്ന വിഷയം ഒരു പഴയ ഇലക്ട്രോണിക് എക്യുപ്മെന്റിനെ കുറിച്ചാണ്. പേജർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. ലബനാനിൽ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു. 9 പേർ കൊല്ലപ്പെട്ടു, 2800 പേർക്ക് പരിക്കേറ്റു. നിരവധി ആളുകളെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ഉപയോഗിച്ചത് ഈ പേജർ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ്. ഇതിപ്പം എക്സ്പെർട്സ് പറയുന്നത് ഒന്നുകിൽ ഇത് ഈ DSC ഉണ്ടാക്കിയപ്പോൾ ഈ പേജർ ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവർ അതിൽ എക്സ്പ്ലോസീവ്സ് ഘടിപ്പിച്ചു, അതല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴി തന്നെ അത് ഹാക്ക് ചെയ്ത് അതിൽ എക്സ്പ്ലോസീവ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ന്യൂയോർക്ക് ടൈംസിന്റെ ഒക്കെ റിപ്പോർട്ടിൽ പറഞ്ഞ 3 ഗ്രാം എക്സ്പ്ലോസീവ് ഇതിനകത്ത് ഒരു ചിപ്പിനൊപ്പം ഘടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രത്യേക സന്ദേശങ്ങൾ അയച്ച് ഹീറ്റ് കൂട്ടി പൊട്ടിത്തെറിക്കും. ഒരേ സമയം ഇത് അയക്കാൻ കഴിയും. ഇസ്രായേലിന് വേറൊരു കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് ഇതിലേക്ക് മുഴുവൻ ആക്സസ് എടുക്കാനും ഇത് പൊട്ടിക്കാൻ കഴിയും. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇത് 2 വശം കാണണം. ഒന്ന്, ഇസ്രായേൽ ഭയങ്കര രാജ്യമാണെന്നുള്ള ഒരു ഞെട്ടൽ ലോകത്തിന് മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ ഇപ്പുറത്തെ ഒരു ചെറിയ തുരുത്തിലെ മനുഷ്യർ അവരുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ വെച്ച് ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ആ രാജ്യത്തോട് നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു, തോറ്റുപോകാതെ. സത്യമാണോ ഈ പറയുന്നത്? ഇറാന്റെ കാര്യമാണ് പറയണത്. ഇറാൻ നിരന്തരമായി അനുഭവിക്കുന്ന ഹ്യൂമിലിയേഷൻ. സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞാൽ. ഇറാന്റെ മണ്ണകത്ത് വെച്ചാണ് ഹമാസിന്റെ ലീഡർ ഇസ്മായിൽ ഹനിയെ കൊല്ലുന്നത്, അവരുടെ കൗൺസിലേറ്റ് ആക്രമിക്കുന്നത്, അവരുടെ മിലീഷ്യ എന്ന് വിളിക്കാൻ കഴിയുന്ന ഹിസ്ബുള്ള, അവരാണ് ഇതിനെ മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്കാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരം തന്നെ.